Ladies and gentlemen, welcome to London. Long time no see. Namaskaram, my lovely people. Welcome to yet another vlog by Shruti. രാഹുൽ ബാക്കിലിരിക്കണ എൻ്റെ അപ്പുറത്തൊരു അപ്പൂപ്പന കൈൻഡ് ഓക്വേർഡ് വ്ളോഗ് ചെയ്യാൻ. നമ്മൾ ലണ്ടൻ എത്താറായി. പുറത്ത് ഭയങ്കര ക്ലൗഡി കേട്ടോ. നേരത്തെ നല്ല ഭംഗിയായിരുന്നു. മൂൺ നല്ലോണം കാണാൻ പറ്റി. ചെറിയൊരു ടർബുലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ എന്ത് ഹേ ഗൈസ്, നമ്മളപ്പോൾ ലണ്ടനിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ഈ ലണ്ടൻ ട്രിപ്പ് കുറച്ച് സ്പെഷ്യലാണ്. ഐ തിങ്ക് നമ്മൾ ലാസ്റ്റ് ലണ്ടൻ വന്നത് നമ്മൾ നാട്ടിൽ പോയി തിരിച്ച് വന്നപ്പോൾ ലണ്ടൻ വന്നു. പക്ഷെ അന്ന് നമ്മൾ സ്റ്റേ ഒന്നും ചെയ്തില്ല. ലണ്ടൻ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറേ നാളായി. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ലണ്ടനിൽ ഒരു മിനി ഹോളിഡേക്ക് വേണ്ടി വന്നതാണ്. ഒരു 1 വീക്ക് ട്രിപ്പ്. നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വാവയുടെ. അത് ഭയങ്കര സ്പെഷ്യലാണ്. വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ സ്വന്തം രാഹുൽ മോൻ. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് വന്ന് ഇറങ്ങി. നമ്മുടെ പോകുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ പോകാനുണ്ട്. നമുക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ എടുക്കാനുണ്ട്. ട്രെയിനല്ലല്ലോ, കിട്ടുന്നില്ല ഒന്നും. നമ്മളിപ്പോൾ പോപ്പൈസ് കണ്ടപ്പോൾ കയറിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണേ. ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചത്, കാരണം ഇപ്പോൾ രാവിലെയാണ്. ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഇത് നമ്മുടെ ഇന്ത്യൻ മസാല റൈസ്. ഇത് ഇവിടെ കിട്ടാനില്ല. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ സാധനമാണ്. ഇത് കഴിച്ചിട്ട് എത്ര നാളായെന്ന് അറിയാം. നെക്സ്റ്റ് ഓടിക്കാൻ ശരിക്കും എനിക്ക് പച്ച ലൈസ് ഇഷ്ടം, പക്ഷേ ഇതും എൻ്റെ ഫേവറേറ്റാണ്. ഞാനൊരു റാപ്പാണ് ഓർഡർ ചെയ്തത്. പെരി പെരി ആണോ, എനിക്ക് ഓർമ്മയില്ല പേര്. ഓക്കെ, നൈസ്. അവരുടെ ഹാഷ് ബ്രൗൺ അടിപൊളി. ടേസ്റ്റ് എന്താ ഇത് അടിപൊളി. എങ്ങനെയാണ്? ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് സോ ഗുഡ്. ഇതാണ് ഗായ്സ് അവർ ക്യൂട്ടസ്റ്റ് ബർത്ത്ഡേ ഗേൾ അച്ചു. അച്ചുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലണ്ടനിൽ വന്നത്. ഇതാണ് അച്ചുവിന്റെ അമ്മ പ്രിയങ്ക, അച്ചുവിന്റെ അച്ഛൻ രജിത് ആൻഡ് അച്ചുവിന്റെ ക്യൂട്ടസ്റ്റ് സിസ്റ്റർ ലച്ചു AKA റെയ്ന. സോണിയുടെ ചേച്ചിയുടെ ഫാമിലിനെയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഞാൻ അത്യാവശ്യം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടത് ഇവിടെ മിത്രയുടെ കൂടെ ഇരിപ്പുണ്ട്. മിത്ര സോണിയുടെ റിലേറ്റീവ് ആനന്ദിന്റെ വൈഫാട്ടോ. പാർട്ടി നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. ഒരാൾ സ്റ്റാർട്ടറിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. മെയിൻ കോഴ്സ് പിന്നെ പറയണ്ട, കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം ഇച്ചിരി ടയേർഡായിരുന്നു. ഒന്നാമത് ട്രാവൽ ചെയ്ത് വന്നിട്ട്. എടുത്ത് പറയേണ്ടത് ആ ബർത്ത്ഡേ പാർട്ടിയുടെ ഡെക്കോർ. അയ്യോ, ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു പ്രിയങ്ക ചേച്ചി. ഫെയറി തീമിലായിരുന്നു പാർട്ടി. അത് കാരണം ഭയങ്കര ക്യൂട്ടായിരുന്നു. അച്ചു ലച്ചും ഒരു കുട്ടി വിങ്സ് ഒക്കെ ഇട്ട് ഓടിച്ചാടി നടപ്പുണ്ടായി. പാർട്ടിയിൽ വന്ന എല്ലാവർക്കും ഓരോരോ കീ ചെയിൻ, പിന്നെ കുട്ടികൾക്ക് ഓരോ ഗുഡി ബാഗ് ഒക്കെ ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ആ സ്റ്റേജ് സെറ്റപ്പ് ശരിക്കും ഒരു ഡ്രീമി ഫെയറി ലാൻഡ് പോലെ ഉണ്ടായി. സോണിയും മിത്രയും ഞാനൊക്കെ ഓടി നടന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. പാർട്ടിയിൽ അത്യാവശ്യം കുറച്ച് പേരുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി ചമ്മലായിരുന്നു വ്ളോഗ് ചെയ്യാൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. പരിപാടി നല്ല അടിപൊളിയായിരുന്നു. കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായി, പാട്ടൊക്കെ പാടി കുറച്ച് പേര്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ സെഷനിലേക്ക് കടന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇറ്റ് വാസ് സച്ച് എ ഫൺ ഈവനിങ്. ഒരുപാട് എൻജോയ് ചെയ്തു. സ്പെഷ്യൽ താങ്ക്സ് ടു പ്രിയങ്ക ചേച്ചി ആൻഡ് രജിത് ഏട്ടൻ ഫോർ ഹാവിങ് us.
ഗൈസ് ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ. സോറി, ഇന്നലെ ബർത്ത്ഡേ പരിപാടിക്കൊക്കെ പോയി ഭയങ്കര ടയേർഡായിപ്പോയി. ആക്ച്വലി ഉറങ്ങാത്ത കാരണം ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ബർത്ത്ഡേ പാർട്ടി നല്ലോണം എൻജോയ് ചെയ്ത്, അടിപൊളി ഫുഡായിരുന്നു. സോ ഇന്ന് ഡേ 2 ഇൻ ലണ്ടൻ. നമ്മൾ കറങ്ങാൻ പോകും. ഭയങ്കരമായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. I'll show you guys my outfit. ഞാനൊരു ജമ്പറായിട്ട് ഷർട്ട് ഇൻസൈഡ്, മിനി സ്കേർട്ട്, ഇൻട്രസ്റ്റിംഗ് വൈബ്സ് ഓൺലി. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ലണ്ടനിലാണെന്നറിയാം. എംബാക്ക്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഏത് മ്യൂസിയത്തിലാണ് പോണേ? ആർട്സ് മ്യൂസിയം. നമ്മൾ പണ്ട് ലണ്ടനിൽ വന്നപ്പോൾ നാച്ചുറൽ മ്യൂസിയവും പിന്നെ സയൻസ് മ്യൂസിയവും ഒക്കെ കണ്ടിട്ടുണ്ട്. വെതർ ഇന്ന് മഴയില്ല, കറൻ്റ്ലി നല്ലൊരു തണുപ്പുണ്ട്. പക്ഷേ നല്ലൊരു വെതർ. ഭർത്താക്കന്മാർ എവിടെയുണ്ട്? സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നാഷണൽ ഗാലറി മ്യൂസിയത്തിൽ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ വാൻഗോന്റെ സൺഫ്ലവേഴ്സ്. എങ്ങനെ പണിതെന്നറിയില്ല, എന്ത് ഭംഗിയാണ്. ഒക്കെ എനിക്ക് തോന്നുന്നു ഗ്ലാസ് ആണ് കേട്ടോ. ഇതൊക്കെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നാഷണൽ ഗാലറിയുടെ ഷോപ്പിലാണ്. സോ ക്യൂട്ട്. ഇവിടെ മറ്റേ ഫേമസ് കോൺ ഡോഗ് ഉണ്ട്. നമ്മള് ഇവിടത്തെ വൈറൽ കൊറിയൻ This is chicken pancake. ഇതൊരു ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, രാവിലെ വാങ്ങിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ദാറ്റ്കടോ എങ്ങനെയുണ്ട് സോണി? അത് കൊള്ളാം, അലിഞ്ഞു പോകുന്നു വയലിലും. അതെന്താണ് എനിക്കിത് ട്രൈ ചെയ്യാൻ. നെക്സ്റ്റ് ഇതൊരു വാവോ ബൺ പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരെന്തുവാ? Beef bun. ഞാൻ വാട്ടർമെലൺ പാഷൻ ഫ്രൂട്ട് മിൽക്ക് പറയുന്നത്. മിൽക്ക് ഇപ്പം എനിക്ക് അലർജിയാണ്. ജോയ് ടീന്ന് ബോബ വാങ്ങിച്ചു. 3 നമ്മളിപ്പോൾ സ്ട്രാറ്റ്ഫോർഡിലാണ്. വൺ ഓഫ് ദ വലിയ സിറ്റി അല്ലേ?
ഗായ്സ് ദിസ് മോൾ ഈസ് വെരി ഹ്യൂജ്. ഗായ്സ് ഞങ്ങൾ യൂണിക്ലോയിൽ കയറാൻ പോകണം. സോണി മോള് യൂണിക്ലോയിലെ കോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. യൂണിക്ലോയിലെ ഫേമസ് ബാഗ്. ഇതിന് വില വരുന്നത് 14 പൗണ്ടുള്ളൂ. വിച്ച് ഇസ് നൈസ്. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ് ഇതെന്താ നോക്കൂ. ഇല്ലത് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ദേ ചായക്കടയിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ അൽഫാം, ചോറ്, കറികൾ, കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. ഇവരുടെ മെനു എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം അഫോർഡബിളും ഉണ്ടോ. ഞങ്ങൾ 3 പേര് അൽഫാം ഓർഡർ ചെയ്തു. സോണി എന്താ ഓർഡർ ചെയ്തത്? പാൽ പൊറോട്ട, ബീഫ് പാൽ പൊറോട്ട.